ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കറണ്ട് അഫെയർസുമായിട്ടാണ്. നമുക്കറിയാം കോമൺവെൽത്ത് ഗെയിംസ് 2022 ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി വരുന്ന കേരള PSC കറണ്ട് അഫെയർസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസ് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കാം കേട്ടോ. നോക്കാം. കോമൺവെൽത്ത് ഗെയിംസ് 2022 വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വേദി. അതുപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ് 2022ൻ്റെ ആപ്തവാക്യം സ്പോർട്ട് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. സ്പോർട്ട് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് പെറി എന്ന കാളയാണ്. പെറി എന്ന കാളയാണ്. വേദി എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിലാണ്. അതുപോലെ തന്നെ ആപ്തവാക്യം സ്പോർട്ട് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഭാഗ്യചിഹ്നം പെറി എന്ന കാള. ഇപ്പോൾ നടന്നത് 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് കേട്ടോ. 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം നേടിയത് 178 മെഡലുകളുമായി ഓസ്ട്രേലിയയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2022 ഒന്നാം സ്ഥാനം നേടിയത് ഓസ്ട്രേലിയയാണ്. അവർ നേടിയെടുത്ത മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 178 മെഡലുകളാണ്. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇംഗ്ലണ്ടാണ് 176 മെഡലുകളുമായിട്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ 61 എണ്ണമാണ്. അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ 22 എണ്ണം. ഇന്ത്യക്ക് ലഭിച്ചതിൽ ഗോൾഡ് മെഡൽ 22 എണ്ണം, സിൽവർ മെഡൽ 16 എണ്ണം, ബ്രോൺസ് 23 എണ്ണം. ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകളുടെ എണ്ണം 61. അതിൽ 22 ഗോൾഡ് മെഡൽ, 16 സിൽവർ മെഡൽ, 23 ബ്രോൺസ് മെഡൽ. കോമൺവെൽത്ത് ഗെയിംസ് 2022 ആകെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 72 രാജ്യങ്ങളാണ്. അതിൽ 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. 2022 ആദ്യമായി ഉൾപ്പെടുത്തിയ മത്സര ഇനം, അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇതുവരെ ഇല്ലാത്ത 2022 ആദ്യമായി ഉൾപ്പെടുത്തിയ മത്സര ഇനമാണ് T20 വനിതാ ക്രിക്കറ്റ്. T20 വനിതാ ക്രിക്കറ്റ്. 2022 ആദ്യ ഗോൾഡ് മെഡൽ നേടിയ രാജ്യം ഇംഗ്ലണ്ടാണ്. ആദ്യത്തെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ഇംഗ്ലണ്ടാണ്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരമാണ് M. ശ്രീശങ്കർ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയത് ഇംഗ്ലണ്ടുകാരനായ അലക്സ് യീ ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയത് അലക്സ് യീ. 22ാമത് കോമൺവെൽത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകവാഹകർ മൻപ്രീത് സിംഗും PV സിന്ധുവായിരുന്നു. 22ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകവാഹകർ ആരായിരുന്നു? മൻപ്രീത് സിംഗും PV സിന്ധുവായിരുന്നു. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് നിഖാത് സരിനും അജന്ത ശരത് കമലുമാണ്. നിഖാത് സരിൻ, അജന്ത ശരത് കമൽ. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ചത് മൻപ്രീത് സിംഗ്, PV സിന്ധു. സമാപന ചടങ്ങിൽ പതാക വഹിച്ചത് ആരൊക്കെയായിരുന്നു? നിഖാത് സരിനും അജന്ത് ശരത് കമലുമായിരുന്നു. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ് ട്രീസ ജോളി. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ് ട്രീസ ജോളി. എന്തിനായിരുന്നു? ബാഡ്മിൻ്റണിനായിരുന്നു. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഹോക്കിയിൽ സ്വർണം നേടിയത് ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ക്രിക്കറ്റിൽ സ്വർണം നേടിയത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ്. കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് എൽദോസ് പോൾ. അദ്ദേഹം 17.03 മീറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലോങ് ജമ്പിൻ്റെ ലെങ്ത്ത്. ഓക്കെ. കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? എൽദോസ് പോൾ. എത്രയായിരുന്നു? 17.03 മീറ്റർ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ മലയാളി കൂടിയാണ് എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ആരാണ്? അബ്ദുള്ള അബൂബക്കറാണ്. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയാണ് എൽദോസ് പോൾ. അടുത്തതായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം M. ശ്രീശങ്കർ.
കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് എം ശ്രീശങ്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ മലയാളി കൂടിയാണ് എം ശ്രീശങ്കർ. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും അതുപോലെ തന്നെ ആദ്യ മലയാളിയും കൂടിയാണ് എം ശ്രീശങ്കർ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കോമൺവെൽത്ത് ഗെയിംസ് 2022ൻ്റെ ഏതാനും ചില ബേസിക്സ്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ത്യയിൽ നേടിയ കോമൺവെൽത്ത് ഗെയിംസ് 2022 ഇന്ത്യക്ക് കിട്ടിയ മെഡൽസും ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.